ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. നാരായണീയം ദശകം 2 ശ്ലോകം 5. ലക്ഷ്മീസ്താവകരാമണീയകഹൃദൈവേയം പരേഷ്യ സ്ഥിരേതി അസ്മിന്നന്യദപി പ്രമാണമധുനാ വക്ഷ്യാമി ലക്ഷ്മീപദേ. ഏതോദ്യാനഗുണാനുകീർത്തനരസാസക്താ ഹി ഭക്താ ജനാഃ തേഷേഷാവസതി സ്ഥിരൈവ ദയിതാ പ്രസ്താവദത്താദരാ. അല്ലയോ ശ്രീവല്ലഭ, ഈ ലക്ഷ്മി അങ്ങയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടു തന്നെയാണ് മറ്റുള്ളവരിൽ ഉറച്ചു നിൽക്കാത്തത് എന്നതിന് ഇനിയൊരു പ്രമാണം കൂടി ഞാനിപ്പോൾ പറയാം. ഏതാളുകളാണോ നിന്തിരുവടിയുടെ ധ്യാനത്തിലും അവിടുത്തെ ഗുണങ്ങളെ പാടി പുകഴ്ത്തുന്നതിലുമുള്ള രസം കൊണ്ട് അവിടുത്തെ ഭക്തന്മാരായിരിക്കുന്നുവോ, അവരിൽ ഇവൾ പ്രിയതമനായ അങ്ങയുടെ വാർത്തയുണ്ടാകുമ്പോഴെല്ലാം ശ്രദ്ധിക്കുന്നവളായിട്ട് വിട്ടുപിരിയാതെ പറ്റിക്കൂടുന്നു. അടുത്തത് നാരായണീയം ദശകം 2 ശ്ലോകം 6. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിശ്യന്ത്യ സന്തോഹനം ത്വദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണ്യതാം സദ്യ പ്രേരയതേ മദീമദയതേ രോമാഞ്ചയത്യംഗഹം വ്യാസിഞ്ജത്യഭിഷീദബാഷ്പവിസരൈഃ ആനന്ദമൂർച്ഛോദ്ഭവൈഃ. ഇങ്ങനെയെല്ലാമായിരിക്കുന്ന സൗഭാഗ്യമാകുന്ന പുതിയ അമൃതിന് ഉറവിടവും പരബ്രഹ്മരസായനവും മനോഹരവുമായ നിന്തിരുവടിയുടെ സ്വരൂപം കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് അവരറിയാതെ തന്നെ പ്രേരിപ്പിക്കുകയും ആനന്ദവിവശമാക്കുകയും ദേഹം മുഴുവനും രോമാഞ്ചമണിയുകയും അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാവുന്ന കുളിർത്ത കണ്ണീരിൽ ആറാടിക്കുകയും ചെയ്യുന്നു. ശ്രവണം, മനനം തുടങ്ങിയ പൂർവ്വരൂപവും ആനന്ദബാഷ്പം, പുളകം മുതലായ ബാഹ്യഭാവങ്ങളും കൊണ്ട് ഉത്തമ ഭക്തിയുടെ സ്വരൂപം നിർദ്ദേശിക്കുന്നു. ശ്രീഹരിയേ നമഃ.